ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവുക അല്ലേ. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളൊരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ലോല് ഈ കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്, അതുകൂടി പറയട്ടെ, ശ്രദ്ധിക്കുക കേട്ടോ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് കേട്ടില്ലേ, അത് പറഞ്ഞ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്റ്റിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ എന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചെങ്കിൽ എ വാലിഡ് കോൺട്രാക്ട് ക്രിയേറ്റ് സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി പാർട്ടീസ് ഹു എൻറ്റർ ഇൻ ടു ഇല്ലേ. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. വാലിഡ് കോൺട്രാക്ട് വെൻ സച്ച് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കം ടു എൻ എൻഡ് ദ കോൺട്രാക്ട് ഈസ് ടു ബി ഡിസ്ചാർജ്ഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ റൈറ്റ്സും ഒബ്ലിഗേഷനും ഒക്കെയാണ് ഒരു കോൺട്രാക്ട്, ഇപ്പോൾ 2 വർഷത്തേക്ക് എത്ര സമയത്തേക്കാണ് നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചെങ്കിൽ ആ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കംസ് ടു എൻ എൻഡ്, അവസാനിക്കുന്നു. അപ്പോൾ കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ്ഡ്. ആ കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്ചാർജ് ഓർ ടെർമിനേറ്റഡ്. സോ ദി ഡിസ്ചാർജ് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ടെർമിനേഷനെയാണ് ഡിസ്ചാർജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, മോഡ്സ്, ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ടോപ്പിക്ക് പറയാനുള്ളത്. അതിൽ 6 പോയിൻറ്റ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ 6 പോയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എ കോൺട്രാക്റ്റ് മേ ബി ഡിസ്ചാർജ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. ഒന്ന്, ബൈ പെർഫോമൻസ്, പെർഫോമൻസിലൂടെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നു. എഗ്രിമെൻറ്റിലൂടെ, ലാപ്സ് ഓഫ് ടൈം, പിന്നെ ഓപ്പറേഷൻ ഓഫ് ലോ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അങ്ങനെ 6 എണ്ണമാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ബൈ പെർഫോമൻസ്. എ കോൺട്രാക്റ്റ് മേ ബി ഡിസ്ചാർജ്ഡ് ബൈ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ നോക്കുക, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. വെൻ ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻ അറൈസിങ് അണ്ടർ ദി കോൺട്രാക്ട് വെൻ ഇറ്റ് ദ ടൈം ആൻഡ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്ചാർജ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് യൂഷ്വൽ വേ ഓഫ് ഡിസ്ചാർജ് ദി കോൺട്രാക്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടീസ് ടു എ കോൺട്രാക്ട്, ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയില്ലേ, ഫുൾഫിൽ ചെയ്യുന്നു. ഒബ്ലിഗേഷൻസും അതേമാതിരി തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സമയത്തിന് ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള വീഴ്ചയോ യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേഷൻ വീഴ്ചകളോ ഒന്നും വരുത്താതെ സമയത്തിന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അതിനെയാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, മ്യൂച്വൽ എഗ്രിമെൻറ്റ്, പരസ്പരം എഗ്രിമെൻറ്റിലൂടെ അല്ലെങ്കിൽ കൺസെൻറ്റിലൂടെ അല്ലേ. ഇപ്പം നോക്കുക, എ കോൺട്രാക്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ഓർ ടെർമിനേറ്റഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് കൺസേൺഡ്. ആരൊക്കെയാണോ ഇതിലുള്ളത് വെച്ചെങ്കിൽ അവരുടെ പരസ്പര കൺസെൻറ്റിലൂടെയും ഒക്കെയായിട്ട് നമ്മളത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ റൂൾ ഓഫ് ലോ ഇൻ ദിസ് റിഗാർഡ് ഇൻ ബോർഡേൺ മോഡോ ക്യൂഡ് കോൺസ്റ്റിറ്റ്യൂട്ടർ, എ ഡോമൻ മോഡോ ഡിസ്ട്രിബ്യൂട്ടർ എക്സെട്ര ദാറ്റ് മേ ബി ഡിസ്ട്രോയിഡ് ഇൻ ദ സെയിം മാനർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടർ. അങ്ങനെ പറഞ്ഞാൽ ഏത് തരത്തിലാണോ അത് ഉണ്ടാക്കിയെങ്കിൽ ആ തരത്തിൽ ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലേ. എങ്ങനെയാണ്, മ്യൂച്വൽ എഗ്രിമെൻറ്റ് ആൻഡ് കൺസെൻറ്റ്. ആരൊക്കെയാണോ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് വെച്ചെങ്കിൽ അവരുടെ മ്യൂച്വൽ എഗ്രിമെൻറ്റിലൂടെയും കൺസെൻറ്റിലൂടെയുമാണ് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ് എന്നുള്ളതിൽ പറയുന്നത്. ദേ ആർ ആസ് അണ്ടർ. അതിൽ വരുന്നതാണ് നൊവേഷൻ, റിസഷൻ, അൾട്ടറേഷൻ, റെമിഷൻ, വെയ്വർ, മെർജർ. അങ്ങനെ 6 പോയിൻറ്റ്സാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം. നമ്മളിപ്പോഴത്തെ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെച്ച് അതിനെ നവീകരിച്ച് പലതരത്തിലുള്ള ഇന്നൊവേഷൻസ്, ന്യൂ ഐഡിയാസ് കൊണ്ടുവന്ന് അതിനെ നവീകരിക്കുന്നതിനെയാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. റിസഷൻ എന്ന വിടുതൽ, വേണ്ടാന്ന് വയ്ക്കുന്നു. അതൊക്കെ നമുക്ക് ഓരോ പോയിൻറ്റുകളായിട്ട് പഠിക്കാം, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, നൊവേഷൻ. Novation means that a new contract is substituted for the existing contract. പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു അല്ലേ. ന്യൂ കോൺട്രാക്ട് മേ ബി ഐദർ ബിറ്റ്വീൻ സെയിം പാർട്ടീസ് ആൻഡ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് പാർട്ടീസ്. ദ കൺസിഡറേഷൻ ഓഫ് ദി ന്യൂ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ഓഫ് ഓൾഡ് കോൺട്രാക്ട്. ഓൾഡ് കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, അതിനെയാണ് നൊവേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ അർത്ഥമുണ്ട്, നവീകരണം.
നോക്കാം. എസെൻഷ്യൽസ് ഓഫ് നവേഷൻ, ദേ ആർ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ഓൾ ദി പാർട്ടീസ്. പരസ്പര കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ദ ന്യൂ കോൺട്രാക്ട് മസ്റ്റ് ബി വൺ കേപ്പബിൾ ഓഫ് എൻഫോഴ്സ്ഡ് ബൈ ലോ, നിയമം അംഗീകരിച്ചതായിരിക്കും. മോഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് പീരീഡ് ഓഫ് ഒറിജിനൽ കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി റെസിഷൻ ആണ് അടുത്ത് പറഞ്ഞത്. വിടുതൽ എന്ന റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ക്യാൻസലേഷൻ നടത്തുന്നതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. Rescission result in the dissolution of the contract. Dissolution. If the parties to the contract agree to rescind ചെയ്യാൻ ഒഴിവാക്കുന്നു. ആൻഡ് ദി ഒറിജിനൽ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോം. ഒറിജിനലായ കാര്യം നമ്മൾ എന്താണോ വെച്ചെങ്കിൽ അത് ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിസെൻഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. അപ്പം നൊവേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം, നമ്മൾ ഒന്ന് മാറ്റി പുതു ഉണ്ടാക്കുന്നതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. റെസിഷൻ എന്ന് പറഞ്ഞാൽ വിടുതൽ. മനസ്സിലായ? ഇനി റെസിഷൻ, എ കോൺട്രാക്ട് മേ ബി റിസെൻഡഡ്. റിസെൻഡ് ചെയ്യുക, ഒഴിവാക്കുക. ഓ കോൺട്രാക്ട് മേ ബി റിസെൻഡഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വൈസ്. ഏതൊക്കെ വഴിയിലൂടെയാണ് ഒരു കോൺട്രാക്റ്റ് ഒഴിവാക്കുന്നത്? ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. ഏതൊക്കെ പാർട്ടീസാണോ അതിലുള്ളത് വെച്ചെങ്കിൽ അവരുടെ പരസ്പര കൺസെൻറ്റോട് കൂടിയിട്ട്. ബൈ ദി എഗ്രീവ്ഡ് പാർട്ടി, മൂന്നാമതൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ സമ്മതത്തിൽ. വെൻ ഓഫ് ദി പാർട്ടീസ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദി അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ റിസെൻഡ് ദി കോൺട്രാക്ട്. റിസെൻഡ് ചെയ്യുന്നു അല്ലേ, ഒഴിവാക്കുന്നു. വിത്തൗട്ട് എനി വേ അഫക്റ്റിംഗ് ടു ദ റൈറ്റ് കോമ്പൻസേഷൻ ഫ്രം ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ബൈ ഫെയിലിയർ ടു പെർഫോം ഒബ്ലിഗേഷൻ. നമ്മൾ ഒബ്ലിഗേഷൻസ്, ബാധ്യതകൾ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അത് ചെയ്യുന്നതിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാവുക അല്ലേ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, റിസെൻഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഫെയിൽ ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്ട് അല്ലേ, ഒബ്ലിഗേഷൻ ശരിയായ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റാതിരിക്കുക അല്ലേ. അപ്പോൾ ദി അതർ പാർട്ടി ഹാസ് എ ഓപ്ഷൻ ടു റിസെൻഡ് ദി കോൺട്രാക്ട്. മറ്റേ പാർട്ടി പറയുകയാണ് ഈ കോൺട്രാക്ട് റിസെൻഡ് ചെയ്യാം, ഒഴിവാക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇപ്പം നമ്മൾ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബൈ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു. എല്ലാ ഒബ്ലിഗേഷൻസ് യാതൊരു പ്രശ്നവുമില്ലാതെ എന്താണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നു, അതിനെയാണ് ബൈ പെർഫോമൻസ് എന്നുള്ളതിൽ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈ എഗ്രിമെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എഗ്രിമെൻറ്റിൽ ലാണ് 6 പോയിൻറ്റുകളുണ്ട്. നൊവേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നവീകരിച്ച് പുതുതായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ റെസിഷൻ, അത് വിടുതൽ, വേണ്ടാന്ന് വയ്ക്കുക. അതിൽ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. എങ്ങനെയൊക്കെയാണ് കോൺട്രാക്റ്റ് നമ്മൾ റിസെൻഡ് ചെയ്യുന്നത്? മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്, എഗ്രീവ്ഡ് പാർട്ടി ആൻഡ് ഫെയിലിയർ ടു പെർഫോം ഒബ്ലിഗേഷൻ. നെക്സ്റ്റ് വൺ അൾട്ടറേഷൻ. Alteration of a contract may take place when one or more of the terms of the contract altered by മാറ്റുന്നു അല്ലേ. അതിലിപ്പോൾ ക്ലോസുകൾ എന്തൊക്കെയാണ് വെച്ചെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, കണ്ടീഷൻസ് ആണ് വെച്ചെന്ന് വെച്ചെങ്കിൽ അതിൽ അൾട്ടറേഷൻ, ചേഞ്ച് വരുത്തുക കേട്ടോ. അപ്പോൾ ഈ അൾട്ടറേഷൻ ഓഫ് എ കോൺട്രാക്ട് മേ ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ഓഫ് ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് അൾട്ടേർഡ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റിലെ മ്യൂച്വൽ കൺസെൻറ്റ്, പാർട്ടിയുടെ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി നമ്മളത് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അൾട്ടറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെമിഷൻ. റെമിഷൻ എന്ന് പറഞ്ഞാൽ ക്ഷമ കൊടുക്കുക. റെമിഷൻ മീൻസ് അക്സെപ്റ്റൻസ് ബൈ ദി പ്രൊമിസി ഓഫ് എ ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ പ്രോമിസ് മെയ്ഡ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ എന്താണോ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അത് റെമിഷൻ മീൻസ് ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുന്നു. ബൈ ദി പ്രൊമിസി ഓഫ് എ ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ആ കാര്യം ഫുൾഫിൽ ചെയ്താൽ അല്ലേ. അപ്പോൾ അതാണ് റെമിഷൻ മീൻസ് ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ എവറി പ്രൊമിസി may dispense with or remit wholly or in part of the promise made to him and may extend the time of such a performance, may accept instead of any satisfaction which he thinks fit അല്ലേ. അപ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് ശരിയായ തരത്തിൽ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം വേണമെങ്കിൽ പറയാം അതിന്. എ ഓസ് ടു ബി. ഓസ് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു. എ ആരോട് കടപ്പെട്ടിരിക്കുന്നു? ബിയോട് 3000 രൂപയ്ക്കാണ് കടപ്പെട്ടിരിക്കുന്നത്. എ ഓസ് ടു ബി ₹3,000. എ പേസ് ടു ബി ₹2,000. 2000 രൂപയാണ് അപ്പോൾ കൊടുത്തത്. ആക്സെപ്റ്റ് ദി എമൗണ്ട് ഇൻ ദ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ദി ഹോൾ ഡെപ്റ്റ്. ആ 3000 രൂപയ്ക്കും വേണ്ടി 2000 രൂപയാണ് അയാൾ ആക്സെപ്റ്റ് ചെയ്തത്. ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തത്. ഇൻ ദിസ് കേസ് എ ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ഹിസ് ലയബിലിറ്റി ഓഫ് ₹3,000. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ 3000 രൂപയാണ് കൊടുക്കാനുള്ളത്, പക്ഷേ 2000 രൂപ കൊടുത്തപ്പോൾ അയാൾ അത് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി അക്സെപ്റ്റ് ചെയ്തു, ഇനി ഒന്നും തരണ്ട എന്ന് പറഞ്ഞു. അതിനെയാണ് റെമിഷൻ. എത്രയാണോ കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ അത് ശരിയായ തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയും എന്നിട്ട് അത് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുക. ഉദാഹരണം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ റെമിഷൻ മീൻസ്
acceptance by the promisee of a lesser fulfillment of a promise made. എന്താണോ അവിടെ പ്രോമിസ് ഉണ്ടായത് വെച്ചെങ്കിൽ ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ വെയ്വർ. എഴുതിത്തള്ളുക വേണ്ടാന്ന് വയ്ക്കുക. Waiver means the deliberate abandonment or giving up of right which a party is entitled under a contract, whereupon the other party to the contract is released from his obligation. അത് എഴുതി തള്ളിക്കളഞ്ഞിട്ട് അയാളെ ആ ഒബ്ലിഗേഷനിൽ ബാധ്യതയിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അതിനെയാണ് വേവർ എന്ന് പറയുന്നത്. അപ്പോൾ neither an agreement nor consideration is required to constitute a waiver. അഗ്രിമെൻറ്റും ഇല്ല, കൺസിഡറേഷനും ഇല്ല. Waiver means deliberate abandonment or giving up of a right which a party is entitled to under a contract, whereupon the other party to the contract is released from his obligation. Neither an agreement nor consideration is required to constitute a waiver. നെക്സ്റ്റ് വൺ മെർജർ ചെയ്യാവുന്ന കൂടിച്ചേരുക, അതിനെയാണ് മെർജർ. 1-2 കമ്പനികൾ കൂടിച്ചേരുക. അല്ല, ഏതെങ്കിലും ഒരു കമ്പനി നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ ലാഭത്തിൽ ഓടുന്ന കമ്പനി ആ നഷ്ടത്തിൽ ഓടുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നു, അല്ലേ, മെർജ് ചെയ്യുക. മെർജർ മീൻസ് മെർജ് ഓഫ് 2 or more റൈറ്റ്സ് ഇൻ ടു 1 കോൺട്രാക്ട്. 2 or 2 കൂടുതലുള്ളതിന് ഒരു കോൺട്രാക്റ്റ് ആകുന്നു. വെൻ എൻ എക്സിസ്റ്റിംഗ് ഇൻഫീരിയർ റൈറ്റ് ഓഫ് പാർട്ടി മെർജസ് ഇൻ ടു ന്യൂലി അക്വയേർഡ് സുപ്പീരിയർ റൈറ്റ് ഓഫ് ദി സെയിം പാർട്ടി ഈസ് കോൾഡ് മെർജർ റൈറ്റ്സ് എന്ന് പറയുന്നു. അതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെക്കൻഡ് പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിലെ സെക്കൻഡ് പോയിൻ്റ് നമ്മൾ എഗ്രിമെൻറ്റിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. സമയം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ സമയമായിട്ടും അത് ചെയ്തു തീർക്കാതിരിക്കുമ്പോൾ അത് സമയം നഷ്ടപ്പെട്ടിട്ട് ലാപ്സായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലേ. When a period is specified for the performance of a contract, ഒരു പീരീഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ as period of limitation. The Limitation Act 1963 lays down that certain specified period for different contract. If the contract is not performed, if no legal action is taken by the promisee within a period of limitation, the contract which case അങ്ങനത്തെ കേസിൽ അത് എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ഇനി ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമപ്രകാരം എങ്ങനെയൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത്, ആൾ മരിച്ചു പോവുക, ഇൻസോൾവൻസി, മെറ്റീരിയൽ അൾട്ടറേഷൻ, മെർജർ ഓഫ് റൈറ്റ്സ്. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോയിൽ നമുക്ക് പറയാനുള്ളത്, അല്ലേ. അപ്പം നമുക്ക് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്നുള്ളതിലാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ 4ാമത്തെ പോയിൻ്റാണ് പറയുന്നത്. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, അല്ലേ. ലോ പ്രകാരം എങ്ങനെയൊക്കെയാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന ഡെത്ത്, പെർഫോമൻസ് ആരായിട്ടാണോ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ആ പാർട്ടി മരിച്ചു പോകുന്നു. The death of a promiser discharges the contract. ഇൻസോൾവൻ്റ് ആവുക പറഞ്ഞാൽ പാപ്പരാവുക, ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തുക, ആ സമയത്തും അത് ഡിസ്ചാർജ് ചെയ്യുന്നു. മെറ്റീരിയൽ ഇഫ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഈസ് മെറ്റീരിയലി അൾട്ടർ ചെയ്യുന്നു, അല്ലേ. അപ്പോൾ പാർട്ടി ഈ കോൺട്രാക്ട് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഇല്ലാണ്ടെയാണ് അൾട്ടർ ചെയ്തത്, അപ്പോൾ ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. Merger of right. This is a condition by which an inferior right contract merges into superior right contract, അല്ലേ. അപ്പോൾ റൈറ്റ്സുകളിൽ ഉണ്ടാകുന്ന മെർജർ സംഭവിക്കുക, ഇൻഫീരിയറും സുപ്പീരിയറും, അതാണ് നമ്മൾ പറഞ്ഞത് മെർജർ ഓഫ് റൈറ്റ്സ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോഴും നമ്മുടെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ 4 പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എസ് ആണ്, മൊത്തം ഒരു എസ് ആണ് കേട്ടോ. ആദ്യം ബൈ പെർഫോമൻസ്, ബൈ അഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഇനി 5ാമത്തെ പോയിൻ്റ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. പെർഫോമൻസിൽ ശരിയല്ലാത്ത തരത്തിൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാവുക, അല്ലേ. അസാധാരണത്വം ഉണ്ടാവുക, അല്ലേ. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൽ പറയുന്നത്. Sometimes the performance of the contract is or become impossible due to its own nature, due to some reason which are beyond the control of the parties. അപ്പോൾ നമ്മൾ ആരൊക്കെയാണോ ആ കോൺട്രാക്റ്റിലുള്ളത് വെച്ചെങ്കിൽ ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിൻ്റെ ബിയോണ്ടിലായിട്ട് കൺട്രോളിലല്ലാതെ ഓരോ കാര്യങ്ങളും ഉണ്ടാവുക, അല്ലേ. അപ്പോൾ അതാണ്. സോ ഇമ്പോസിബിലിറ്റി ഇൻ ദ ഫോളോയിങ് 2 ടൈപ്സ്, 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സീക്വൻറ്റ് സൂപ്പർവൈസിങ് ഇമ്പോസിബിലിറ്റി. 2 തരത്തിലാണ് നമ്മൾ ഇമ്പോസിബിലിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. when the impossibility exists at the time of formation of the contract. അപ്പോൾ കോൺട്രാക്റ്റ് തുടക്കം, ഇനീഷ്യൽ പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ, അല്ലേ. എപ്പോഴാണോ നമ്മളൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് വെച്ചെങ്കിൽ അപ്പോൾ തന്നെ അസാധാരണത്വം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഇമ്പോസിബിലിറ്റിയെ നമ്മൾ നോൺ ഇമ്പോസിബിലിറ്റി എന്നും അൺനോൺ ഇമ്പോസിബിലിറ്റി എന്നും പറയും. നോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് അറിയാവുന്നതാണ്.
അറിയാണ്ട് പറ്റുന്നതിനെയാണ് അൺനോൺ ഇമ്പോസിബിൾ. ഇതൊക്കെ വേർഡിൽ തന്നെ അർത്ഥമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് ഈ നോൺ ഇമ്പോസിബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിലിറ്റി വിച്ച് ഈസ് നോൺ ടു ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്റ്റ്. അറിയുന്നതാണെങ്കിൽ അതിനെ നോൺ ഇമ്പോസിബിലിറ്റി എന്നും, ഇറ്റ് ഈസ് ദ ഇമ്പോസിബിലിറ്റി വിച്ച് ഈസ് നോട്ട് നോൺ, അറിയുന്നില്ലെങ്കിൽ അതിനെ അൺനോൺ ഇമ്പോസിബിലിറ്റി എന്നും പറയുന്നു. അപ്പോൾ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയും സബ്സീക്വൻറ്റ് ഓർ സൂപ്പർവൈസിങ് ഇമ്പോസിബിലിറ്റിയാണ് അടുത്തത്. when the performance of the contract is possible at the time of formation, ആദ്യമൊക്കെ നല്ലതായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് സബ്സീക്വൻ്റ്ലി പിന്നീട് സബ്സീക്വൻ്റ് ആയിട്ട് ബിക്കം ഇമ്പോസിബിൾ ഡ്യൂ ടു സം ഇവൻറ്റ്, ചില ഇവൻറ്റ് ഉണ്ടായപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയായി. വിച്ച് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പാർട്ട്, ബിയോണ്ട് പറഞ്ഞാൽ പുറമേ, നമ്മുടെ തീരെ കൺട്രോളിലല്ലാണ്ടായി. അങ്ങനത്തെ തന്നെയാണ് സബ്സീക്വൻ്റ് ഓർ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A contract become void on account of subsequent and supervening impossibility only if the following conditions are satisfied. A void on account of ഏതൊക്കെയാണ്? when a act become impossible after the contract. void ആവുന്നത് എപ്പോഴേക്കാണ് എന്നാണ് പറയുന്നത് കേട്ടോ. when a act become impossible എങ്ങനെയാണ്? after the contract is made. പിന്നെ when the act become unlawful ആവുന്നു by reason of some event beyond the control of the promisor. when the impossibility must not be result the some act or negligence of the promisor himself. അല്ലേ, ഇപ്പോഴൊക്കെ അത് എന്താവുന്നു വോയിഡ് ആവുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നുള്ളതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറയട്ടെ ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ പെർഫോമൻസ്, ബൈ അഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വരെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോയിൻറ്റും കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. എന്താണ് നമ്മൾ ഫ്രസ്ട്രേഷൻ പറഞ്ഞാൽ? ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കണ്ടക്റ്റ് ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയിൽ പറയുന്നത് തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. നോൺ ആസ് ദി കൺസെപ്റ്റ് ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. നമ്മൾ പറഞ്ഞു ഇമ്പോസിബിലിറ്റിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്നും സബ്സീക്വൻ്റ് ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയിൽ വരുന്ന ഒരു ടേം തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. in the English law, as the performance of an agreement becomes impossible or unlawful after making it some event. ഏതെങ്കിലും ഒരു ഇവൻറ്റ് നമ്മൾ ചെയ്തതിന് ശേഷമാണ് അത് ഇമ്പോസിബിൾ ആണ്, അൺലോഫുൾ ആവുന്നത് അല്ലേ. വിച്ച് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. അപ്പം നമുക്ക് തീരെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, നമ്മുടെ കൺട്രോളിലല്ല, ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെനിങ് ഓർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി. The performance may become impossible legally or physically. ലീഗലി ആയാലും ഫിസിക്കലി ആയാലും അത് ഇമ്പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലല്ലാണ്ട് അത് ഇമ്പോസിബിൾ ആയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ദ പാർട്ടീസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫർദർ പെർഫോമൻസ്, ദേ ബിക്കം ഡിസപ്പോയിൻറ്റഡ് ഡ്യൂ ടു നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് അണ്ടർ കമ്പൽഷൻ ഫ്രം ദ ഇമ്പോസിബിലിറ്റി. അല്ലേ, അത് ചെയ്യാതിരുന്നാൽ അവർക്ക് വിഷമം ഉണ്ടായിരിക്കും, പക്ഷേ എന്താ ചെയ്യുക, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനത്തെ തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. കേസസ് ഓഫ് സൂപ്പർവെനിങ് ഓർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ. ഏതൊക്കെ കേസസ് ആണ് നമുക്കിതിൽ പറയാനുള്ളത്? ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട്. എങ്ങനെയൊക്കെയാണ് ഈ നമ്മൾ ചെയ്യേണ്ട എന്ന് പറയുന്നത്? ഒരു കോൺട്രാക്റ്റിന് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മളിപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഡിസ്ട്രക്ഷൻ, നാശം സംഭവിക്കുക. ഇഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എ കോൺട്രാക്ട് സബ്സീക്വൻറ്റ് ടു ഇസ് ഫോർമേഷൻ ഈസ് ഡിസ്ട്രോയിഡ് വിത്തൗട്ട് എനി ഫോൾട്ട് ഓഫ് ദി പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ്. ഒരു പാർട്ടീസിൻ്റെ തെറ്റുകൊണ്ടൊന്നും അല്ലാതെ തന്നെ അത് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു, അപ്പോൾ കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി, ഒന്നെങ്കിൽ മരിച്ചു പോവുക, ഇൻകപ്പാസിറ്റി ഉണ്ടാവുക, അല്ല അൺസൗണ്ട് മൈൻഡ് ആവുക. പിന്നെ എന്താ പറയുന്നത്? ചേഞ്ച് ഓഫ് ലോ, നിയമം മാറുക. പിന്നെ ഡിക്ലറേഷൻ ഓഫ് വാർ, യുദ്ധം ഉണ്ടാവുക. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സൂപ്പർവെനിങ് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൺസെപ്റ്റ് ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റിയാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ എന്താണ്? ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് അവർ ലിമിറ്റ്, നമ്മുടെ കൺട്രോളിലല്ലാണ്ട് വരുന്നതാണ് അല്ലേ. അതെങ്ങനെയൊക്കെ ഉണ്ടാവുക? അത്
ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, നമ്മുടെ പാർട്ടീസ് അറിയാണ്ട് തന്നെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി സംഭവിക്കുക, ലോയിൽ വരുന്ന ചേഞ്ച്, പിന്നെ യുദ്ധം ഉണ്ടാവും അല്ലെ, ഡിക്ലറേഷൻ ഓഫ് വാർ. ഇനി കേസസ് വേർ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെയിനിങ് ഇമ്പോസിബിലിറ്റി ഈസ് നോട്ട് അപ്ലിക്കബിൾ, പെർഫോമൻസ് ഓഫ് ഇമ്പോസിബിലിറ്റി ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഏതൊക്കെ കേസിലാണ് ഇതൊരു എക്സ്ക്യൂസ് അല്ലാത്തത്? ഇതിലൊക്കെ എക്സ്ക്യൂസാണ്, ഇതിൽ ഏതൊക്കെയാണ് എക്സ്ക്യൂസ് അല്ലാത്തത്? നമുക്കിപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് തുടക്കത്തിലേ നമുക്ക് തോന്നുക, അയ്യോ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി സാധിക്കില്ല. എ കോൺട്രാക്ട് ഈസ് നോട്ട് ഡിസ്ചാർജ്ഡ് ബൈ എ റീസൺ ഓഫ് ദ ഫാക്ട് ദാറ്റ് പെർഫോമൻസ് ഈസ് മോർ ഡിഫിക്കൾട്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് വളരെ ഡിഫിക്കൾട്ടാണെന്ന് തോന്നുക, അപ്പോൾ എന്നിട്ട് വേണ്ടാന്ന്, അത് പറ്റില്ല. പിന്നെ കമേഴ്സ്യൽ ഇമ്പോസിബിലിറ്റി, കമേഴ്സ്യലായിട്ട് കാര്യങ്ങൾ ഉണ്ടാവുക. പെർഫോമൻസ് കനോട്ട് ബി എക്സ്ക്യൂസ്ഡ്, ക്ഷമിക്കുന്നില്ല, എക്സ്ക്യൂസ് ചെയ്യാൻ ക്ഷമിക്കുക അല്ലേ, കനോട്ട് ബി എക്സ്ക്യൂസ്ഡ് on the ground of commercial impossibilities such as availability, non-availability of raw material, increased cost of production, അതൊക്കെ പറഞ്ഞിട്ടൊന്നും സമ്മതിക്കില്ല. ഡീഫോൾട്ട് ഓഫ് മൂന്നാമതൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഡീഫോൾട്ട് തെറ്റുകൊണ്ട് when a contract could not be performed because the default of a third person. പിന്നെ സ്ട്രൈക്ക്, സമരങ്ങൾ, ലോക്ക്ഡൗൺസ്, കടകളൊക്കെ അടച്ചുപൂട്ടുക, സിവിൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവുക, അത് കാരണം അങ്ങനെയൊന്നും പറ്റില്ല. ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി സംഭവിക്കുക, അതും പറ്റില്ല. പിന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ്, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോസിബിലിറ്റി, ഇത് ഈ സമയത്തൊന്നും ഏത് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ, വേണ്ടാന്ന് വെക്കാൻ നമ്മളെ സമ്മതിക്കില്ല. എപ്പോഴൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ കേസസ് ഓഫ് സൂപ്പർവെയിൻ ഏതൊക്കെയാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട്, ഡെത്ത്, വാറ്, ചേഞ്ച് ഓഫ് ലോ. ഇത് പറ്റാത്തത്, സമ്മതിക്കാത്ത കേസസ് ഏതൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ്, കമേഴ്സ്യൽ ഇമ്പോസിബിലിറ്റി, ഡിഫോൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി, strike, lockdown and civil disturbance, failure of one of the object or partial impossibility, self-induced impossibility. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ഡിസ്ചാർജ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നുള്ളതും കൂടിയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അതുകൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ചാർജിലെ 6ാമത്തെ പോയിൻ്റാണ് ഈ പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ബ്രീച്ച് പറഞ്ഞാൽ ക്യാൻസൽ. When a contract is made, parties to a contract is liable to perform their respective obligations. Breach of contract means breaking of the obligation when a contract imposes. The parties do not take steps the performance of the contract without sufficient reason. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരാളുമായിട്ടൊരു എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ആ കോൺട്രാക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് ഒന്നും ശരിയായ തരത്തിൽ അഡോപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണ് എന്താണ് പറയുന്നത്? പാർട്ടീസ് ഹു ഡു നോട്ട് ടേക്ക് സ്റ്റെപ്സ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് വിത്തൗട്ട് സഫിഷ്യൻറ്റ് റീസൺ മേ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്ട് ക്യാൻ റിസൾട്ട് ഡിസ്ചാർജ്. ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മേ ബി ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്റ്. ആക്ച്വൽ പറഞ്ഞാൽ ശരിക്കുള്ളത്, ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ചും, ബ്രീച്ചിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ ആക്ച്വൽ ബ്രീച്ചും രണ്ടാമത്തെയാണ് ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച്. ഫസ്റ്റ് വൺ നോക്കുക, ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടേക്ക് പ്ലേസ് വെൻ ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് റെഫ്യൂസ് ആൻഡ് ഫെയിൽസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ വെൻ ഇറ്റ്സ് ഡ്യൂ ആകുമ്പോൾ ശരിക്കും സമയത്ത് അവർ ചെയ്യാതിരിക്കുക, അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്, ഡ്യൂ ഡേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യാതിരിക്കുക. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമിംഗ്, കോഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പോഴും നമ്മൾ ശരിയായ സമയത്ത് ചെയ്യാതിരിക്കുക. ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്, if any party to a contract refuses or fails to perform his obligation under a contract at the time when the performance is due, എപ്പോഴാണോ അത് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ ശരിക്ക് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് എനി പാർട്ടി starts performance of a contract but before completing, if he fails or refuses further performance, it is called actual breach of contract during the course of performance. എന്താണെന്നും പറയാൻ നോക്കൂ. if any party start performance, ഒരാൾ പെർഫോമൻസ് ചെയ്തു ഓഫ് എ കോൺട്രാക്ട് ബട്ട് ബിഫോർ കംപ്ലീറ്റിംഗ്, മുന്നേ കംപ്ലീറ്റ് ചെയ്തു. ഇഫ് ഹി ഫെയിൽസ് ഓർ റെഫ്യൂസസ്, ഇനി ഫർദർ പെർഫോമൻസ് ഉണ്ടാകും, ഇത് കഴിഞ്ഞു മറ്റേ ഇനി ഫർദർ വരുമ്പോൾ അതിൽ ഇഫ് ഹി ഫെയിൽസ് ഓർ റെഫ്യൂസസ്, ഫർദർ പെർഫോമൻസിൽ അയാൾ ഫെയിൽ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുന്നു.
ഇറ്റ് ഈസ് കോൾഡ് അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ബ്രീച്ച് രണ്ട് തരത്തിലാണ്, എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ടേക്ക് പ്ലേസ് വെൻ വൺ പാർട്ടി ബൈ റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സിലി ആണെങ്കിൽ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നു. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാലോ performance deemed to have been take place when one party by its act or conduct or absentis renders the completion of performance നെയാണ് implied എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇംപ്ലൈഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ഉണ്ട്, എക്സ്പ്രസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ്പ്രസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്നുള്ള കാര്യം നമ്മൾ ഓറലി പറയുക അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. ഇംപ്ലൈഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ വെൻ എ വൺ പാർട്ടി ബൈറ്റ്സ് ആക്റ്റിലൂടെ അല്ലെങ്കിൽ കണ്ടക്റ്റിലൂടെ ആബ്സെൻറ്റിസ് റെൻഡേഴ്സ് ദി കംപ്ലീഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് ഇമ്പോസ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആവും. ഏതൊക്കെ കാരണങ്ങളിലൂടെ? ആക്ഷനിലൂടെ, കണ്ടക്റ്റിലൂടെ അല്ലെങ്കിൽ ആബ്സെൻറ്റിസിലൂടെ റെൻഡേഴ്സ് ദ കംപ്ലീഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് ഈസ് ഇമ്പോസിബിൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ആക്ച്വൽ ബ്രീച്ചാണ് പറഞ്ഞത്. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി യാതൊരു ഡു നോട്ട് ടേക്ക് എനി സ്റ്റെപ്സ് ഓൺ ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് വിത്തൗട്ട് സഫിഷ്യൻറ്റ് റീസൺ അല്ലേ. പ്രത്യേക കാരണം, റീസണൊന്നുമില്ല, അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ രണ്ട് ആക്ച്വൽ ബ്രീച്ചും ഉണ്ട്, ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ചും ഉണ്ട്. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേക്ക് പ്ലേസ് വെൻ പാർട്ടി കോൺട്രാക്ട് റെഫ്യൂസസ് ഓർ ഫെയിൽ ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ അല്ലേ. എന്താ ചെയ്യുന്നത്? റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുക, ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ വെൻ ഇറ്റ് ഈസ് ഡ്യൂ അല്ലേ. അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസും ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ ആൻറ്റിസിപ്പേറ്ററി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുക, കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് വെൻ ദി പ്രൊമിസർ ഡിക്ലെയേഴ്സ് ഹിസ് ഇൻറ്റൻഷൻ നോട്ട് പെർഫോമിംഗ് ദ പ്രോമിസ് ബിഫോർ ദി ടൈം ദ പെർഫോമൻസ് ഈസ് ഡ്യൂ. ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നതിന് മുന്നേ ആയിട്ട് പറയുകയാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുന്നതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Such a breach is known as constructive breach. The intention may be declared expressly or impliedly. വാക്കാൽ പറയുക അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ കാണിക്കുക. എക്സ്പ്രസ് ബ്രീച്ച് മേ ബി റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ് പറയുന്നു. ഇംപ്ലൈഡ് ആണെന്നുണ്ടെങ്കിലോ ആക്ഷനിലൂടെ ആക്ട് ഓർ കണ്ടക്ട് ഓർ ആബ്സെൻറ്റിസൺ ഓഫ് പാർട്ടി വിച്ച് മേക്ക് ദ പെർഫോമൻസ് ഇമ്പോസിബിൾ. അതിനെയാണ് ഇംപ്ലൈഡ്. പറഞ്ഞാൽ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക അല്ലെങ്കിൽ എഴുതി കാണിക്കുന്നു. മറ്റേതാണെങ്കിലോ ഇംപ്ലൈഡ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ആക്റ്റിലൂടെയോ അല്ലെങ്കിൽ കണ്ടക്റ്റിലൂടെയോ അല്ലെങ്കിൽ ആബ്സെൻറ്റിസിനിലൂടെയോ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്തൊക്കെയുണ്ടാവുന്നത്? കോൺസിക്വൻസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഈസ് ദാറ്റ് ദി പ്രൊമിസി ഐതർ എന്തൊക്കെ കാര്യങ്ങളാണ്? 1-2 പോയിന്റ് പറയുന്നുണ്ട്. ട്രീറ്റ് ദ ഹോൾ കോൺട്രാക്റ്റ് ആസ് ബ്രോക്കൺ ആൻഡ് ക്ലെയിം ഫോർ ഡാമേജ്. മുഴുവൻ വേണ്ടാന്ന് വെക്കുകയും ഡാമേജിന് എത്ര വെച്ചാൽ ക്ലെയിം കൊടുക്കുക. വെയിറ്റ് ഫോർ ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ഹോൾഡ് ദ അതർ പാർട്ടി റെസ്പോൺസിബിൾ ഫോർ ദി കോൺസിക്വൻസ് ഓഫ് നോൺ പെർഫോമൻസ്. ഈ 2 പോയിൻറ്റ്സാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക, ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, എന്തൊക്കെ മോഡ്സാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. ശരിക്കും തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഫുൾഫിൽ ചെയ്തു, ഒബ്ലിഗേഷനൊക്കെ ചെയ്തു, അപ്പം നമ്മൾ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നു, അതാണ് പെർഫോമൻസ്. പിന്നെ എഗ്രിമെൻറ്റ്, മ്യൂച്വൽ എഗ്രിമെൻറ്റിലും കൺസെൻറ്റിലൂടെ പരസ്പരം നമുക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളത്. അതിൽ വരുന്നതാണ് നൊവേഷൻ. നൊവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നൊവേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം, വേണ്ടാന്ന് വെച്ചിട്ട് പുതുണ്ടാക്കുക. റിസെഷൻ എന്ന് പറഞ്ഞാൽ വിടുതൽ, വേണ്ടാന്ന് വെക്കുക. എങ്ങനെയൊക്കെയാണ്? മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടി, എഗ്രീവ്ഡ് പാർട്ടി ബൈ ഫെയിലിയർ ടു പെർഫോം ഒബ്ലിഗേഷൻ. പിന്നെ അൾട്ടറേഷൻ, റെമിഷൻ, വെയ്വർ, മെർജർ. എന്താ വെയ്വർ എന്നൊക്കെ പറഞ്ഞ അർത്ഥം പറഞ്ഞത്? വെയ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? വെയ്വർ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിക്കളയുക കേട്ടോ, അതൊക്കെയാണ്. അപ്പോൾ റെമിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3000 രൂപയാണ് കൊടുക്കാനുള്ളത് വെച്ചെങ്കിൽ 2000 രൂപ കൊടുത്തു, അപ്പോൾ ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെച്ചു, അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക. മെർജർ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഇനി ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, സമയം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെയാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അല്ലേ. ഓപ്പറേഷൻ ഓഫ് ലോ അല്ലെ, ഡെത്ത്, ഇൻസോൾവൻസി, മെറ്റീരിയൽ അൾട്ടറേഷൻ, മെർജർ ഓഫ് റൈറ്റ്സ്, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്.
പിന്നെ ഡിസ്ചാർജ് ഓഫ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് അല്ലേ. ഡിസ്ചാർജ് ഓഫ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിൽ നമുക്ക് പറയാനുള്ള 2 തരത്തിലാണ് അതിൽ പറയുന്നത്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, പിന്നെ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി അല്ലേ. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നോണും അൺനോണും ഇമ്പോസിബിലിറ്റി. സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റിയിലാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. അതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇംഗ്ലീഷ് ലോ പ്രകാരം വന്ന ടേമാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിലെന്താ നമ്മൾ പറഞ്ഞത്, എന്താ സംഭവം ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്ത് കാര്യം ആസ് ദി പെർഫോമൻസ് ഓഫ് ദി എഗ്രിമെൻറ്റ് ബിക്കം ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ ആണ് അല്ലേ. ആഫ്റ്റർ ഇറ്റ്സ് മേക്കിംഗ് ഡ്യൂ ടു സം ഇവൻറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി പാർട്ടീസ് അല്ലേ. പാർട്ടീസിൻ്റെ യാതൊരു കൺട്രോളും ഇല്ലാണ്ടെയാണത് ഉണ്ടാവുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഏതിലേക്കാണ് കേസസ് സൂപ്പർവെനിങ് ആൻഡ് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ. കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്, എങ്ങനെ ഈ സമയത്തൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നു, എങ്ങനെയാണ് സബ്ജക്റ്റ് മാറ്റർ, ഡിസ്ട്രക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട്, ഡെത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഉണ്ടാവുക, ചേഞ്ച് ഇൻ ലോ ഡിക്ലെയർ, ഇതിലൊക്കെ ആകുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കും. വേണ്ടാന്ന് വെക്കാത്തത് എപ്പോഴേക്കാണ്, നോട്ട് ആൻ എക്സ്ക്യൂസ്. അതിന് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസിന് ക്ഷമയില്ലാത്ത, നമുക്ക് ക്ഷമ തരുന്നില്ല. ഏതൊക്കെ കേസിലാണ്, ഏതൊക്കെയാണ് ഡിഫിക്കൽട്ടിയാണ്, നമുക്കത് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടിയാണെന്ന് പറയുക. കമേഴ്സ്യൽ ഇമ്പോസിബിലിറ്റി, അതുപോലെ ഡീഫോൾട്ട് ഓഫ് തേർഡ് പാർട്ടി, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രൈക്സ്, ലോക്ക്ഡൗൺസ്, സിവിൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദി ഒബ്ജക്റ്റ് ഓർ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മളൊക്കെ അടുത്ത് പറയുന്നത് അല്ലേ. ബ്രീച്ച് 2 തരത്തിലാണ്, ആക്ച്വൽ ബ്രീച്ചും ഉണ്ട്, ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ചും ഉണ്ട് അല്ലേ. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെൻ എ പാർട്ടി ഓർ ടു എ കോൺട്രാക്ട് റെഫ്യൂസസ് ഓർ ഫെയിൽസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ അല്ലേ. അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന്. ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസും ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസും 2ആയിട്ടാണ് നമ്മളതിൽ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ എക്സ്പ്രസ്സും ഇംപ്ലൈഡും ഉണ്ട് കേട്ടോ. അതുപോലെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ പ്രൊമിസർ ഡിക്ലെയേഴ്സ് ഹിസ് ഇൻറ്റൻഷൻ നോട്ട് പെർഫോമിങ് ദ പ്രോമിസ് ബിഫോർ ദി ടൈം ഓഫ് പെർഫോമൻസ്, ഡ്യൂ ആവുന്നതിന് മുന്നേ തന്നെ പറയുന്നു അല്ലേ. അതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിനെ പറയുന്നത് വേറൊരു പേരാണ് കൺസ്ട്രക്റ്റീവ് എന്ന്. അതും എക്സ്പ്രസ്സിലി ഇംപ്ലൈഡ് ആണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതിയിട്ട് അല്ലെങ്കിൽ വാക്കാൽ പറയുന്നതിനെയാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇംപ്ലൈഡ്ലി പറഞ്ഞാൽ നമ്മൾ ആക്റ്റിലൂടെ, കണ്ടക്റ്റിലൂടെ, അബ്സെൻറ്റിസിനിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്നതിനെയാണ് ഇംപ്ലൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതിൽ പറയാനുള്ളത്. ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അതേമാതിരി ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് നോക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കുക. ശരി, ഓക്കെ.